إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ومن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد غوى وقد ضل ضلالا مبينا اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس عباد الله أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമായി സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി യഥാർത്ഥ തഖ്വയുള്ള വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തോളം എന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അവന്റെ വിജയം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമലുൻ ഗൈറു സ്വാലിഹ് ഖുർആനിലെ ഒരു പ്രയോഗമാണിത്. നല്ലതല്ലാത്ത കർമ്മം എന്നാണ് അതിന്റെ അർത്ഥം. എന്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു ഇത് പറഞ്ഞത്? അമൽ സ്വാലിഹാത്തിനെ കുറിച്ച് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ ഇങ്ങനെ പറയുന്ന ഒട്ടനവധി ആയത്തുകൾ ഖുർആനിലുണ്ട്. 62 തവണ പ്രയോഗിച്ച രീതിയാണ് അമൽ സ്വാലിഹാത്ത്. നാം ചെയ്യുന്ന ഏത് അമലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ ഇത് സ്വാലിഹായ അമലാക്കിക്കൊണ്ട പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ചെലവഴിക്കുന്ന സമയം, ദാനധർമ്മങ്ങള്, അതേപോലെയുള്ള എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം സ്വാലിഹായ അമലാക്ക് റബ്ബേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ സ്വാലിഹല്ലാത്ത ഒരു കർമ്മം, അമലും ഗൈറു സ്വാലിഹ്, എന്താണത്? നമ്മളത് അറിയേണ്ടതുണ്ട്. നല്ല അമലുകളെ കുറിച്ച് മനസ്സിലാക്കിയ പോലെ തന്നെ അമലുൻ ഗൈറു സ്വാലിഹ് എന്ത് എന്നും നമ്മൾ അറിയണം. ഖുർആനിലെ 43 തവണ പേര് പറഞ്ഞ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. 43 പ്രാവശ്യം തവണ പേരെടുത്ത് പറഞ്ഞു. വളരെയധികം പാഠങ്ങളാണ് ആ പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
950 വർഷക്കാലം പ്രബോധനം ചെയ്തു. അവസാനം വളരെ കുറഞ്ഞ ആളുകൾ മാത്രം വിശ്വസിച്ച് എന്നത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. മറ്റ് പ്രവാചകന്മാരെക്കാളോ അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരോ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത അതേ ഒരു കാര്യം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതായി കാണാം. അതെന്താണ്? നൂഹ് നബിയോട് അള്ളാഹു പറയാണ്, ഇനി ഇതുവരെ വിശ്വസിച്ചവരില്ലാത്ത ഒരാളും നിന്നിൽ വിശ്വസിക്കുകയില്ല. അതാ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? മറ്റു പ്രവാചകന്മാരോടൊന്നും പറഞ്ഞില്ല. അതേ നൂഹിൻ അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമിക ഇല്ലാ മൻ ഖദ് ആമൻ എന്ന് ഈ ദിവസം വരെ വിശ്വസിച്ചവരല്ലാതെ ഇനി നിന്നിൽ ഒരാളും വിശ്വസിക്കൂല, മുഅ്മിനാവൂല. അതുകൊണ്ട് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നീ നിരാശനാവരുത്. അങ്ങനെ ആ പ്രവാചകനോട് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ അതേ ചുരുക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനോട് കപ്പലുണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കപ്പലുണ്ടാക്കി. അതേ കപ്പൽ എങ്ങനെ ഉണ്ടാക്കണം അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. കൃത്യമായി പറഞ്ഞു. നമ്മുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ വീട്ടിൽ കപ്പലുണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അതേ മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയ വാഹനം അത് കപ്പലാണ്. എങ്ങനെ പലക വെക്കണം, അതേപോലെ തന്നെ എങ്ങനെ ആണി അടിക്കണം, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. ശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലുണ്ടാക്കി. അതിനരികിലൂടെ പ്രമാണിമാരായ ആളുകൾ കടന്നുപോകും. ആ സമയത്ത് എന്താണ്? പരിഹസിക്കും. പല രൂപത്തിലുള്ള ഉപദ്രവങ്ങള് നൂഹ് നബിയെയും വിശ്വാസികളെയും ചെയ്തു. അതെ, എവിടെയാണ് ഇപ്പോ ഉപദേശങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ, എന്തിനാണ് ഈ മരങ്ങളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അതേ അല്ലാഹുവിന്റെ കൽപ്പന വന്നു. വലമ്മാ ജാഅ അംറുനാ വഫാറത്ത് അന്നൂർ. അല്ലാഹുവിന്റെ കൽപ്പന കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. കപ്പലൊക്കെ ഉണ്ടാക്കി. ഉണ്ടാക്കേണ്ട രൂപങ്ങളും അതിന്റെ കാര്യങ്ങളെ കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അത് കണ്ട് അനുയായികളെ ആളുകളൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. ആ പരിഹാസത്തിന് സമാപനം കുറിക്കുകയാണ്. അതേ അടുപ്പിൽ നിന്ന് വരെ ഉറവ് പറ്റി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വിശുദ്ധ അല്ലാഹു പറഞ്ഞു, നീ എല്ലാ തരം കിണകളെയും അതെ ഓരോ ജോഡി വീതം 2 ജോഡി വീതം ഇണകളെ പ്രവേശിപ്പിക്കുക അതിലേക്ക്. നിന്നിൽ വിശ്വസിച്ചവരെയും അതിൽ കയറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കപ്പല് അല്ലാഹുവിന്റെ കൽപ്പന വന്നു. എന്ത് സംഭവിച്ചു? ആകാശത്ത് നിന്ന് എന്താണ് ശക്തമായി മഴ വർഷിക്കാൻ തുടങ്ങി. കോരിച്ചെറിയുന്ന മഴയായിരുന്നു. ഭൂമിയിലൊക്കെ നേരെ എന്താണ് ഉറവ് പറ്റി. അതേപോലെ തന്നെ വെള്ളം ഉയർന്നു വന്നു. അതേ കടൽ സമാനമായി പർവ്വതങ്ങൾ പോലെയുള്ള തലമാലകൾ അടിച്ചു വീശാൻ തുടങ്ങി. അതിലൂടെ അവരുമായി കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് തന്റെ മകനെ വിളിക്കുകയാണ്. അതേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. മകനെ ആ വെള്ളപ്പൊക്കത്തില് അതേ മുങ്ങിത്താന്ന് കൊണ്ടിരിക്കുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് മകനെ വിളിച്ചു. എന്താ പറയാണ്? യാ ബുനയ്യർകം മാനാ, മോനെ ഞങ്ങളെ കൂടെ കയറ്. ഫലാ തകും മിനൽ കാഫിരീൻ, നീ കാഫിറുകൾ വിട്ടു പോകല്ലേ മോനെ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിക്കുന്ന വല്ലാത്ത രംഗം. ആ സമയത്ത് ഞാൻ ആ വലിയ മലയിൽ കയറാം. അങ്ങനെ കയറി ഞാൻ ഈ വെള്ളപ്പൊക്കത്തിന് രക്ഷപ്പെടാം. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാ, അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഒരാളും രക്ഷപ്പെടില്ല മോനെ. അതുകൊണ്ട് അല്ലാഹു റഹ്മത്ത് കൊടുത്തവർ ഒഴികെ
ആ സമയത്ത് അപ്പോഴേക്കും അവർക്കിടയിൽ ഒരു തിരമാല വന്ന് മറയിട്ടു. അവർ നിന്നിരുന്ന മലക്ക് മുകളിലേക്ക് തിരമാല അടിച്ചു കയറി അവൻ അതിന് മുങ്ങി മരിക്കുകയാണ്. മകനുണ്ടായ സംഭവം അതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കുറച്ചു കഴിഞ്ഞ അല്ലാഹുവിന്റെ കൽപ്പന വന്നു. ഭൂമിയോടെന്ന് പറയാണ് വെള്ളം വിഴുങ്ങാൻ ആവശ്യപ്പെട്ടു. ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നു. ആകാശത്തോട് വെള്ളം നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതെ, അങ്ങനെ വലിയ ഉയർന്ന ജൂതിമറിയിൽ ആ ജൂതിമറിയിൽ പോയി നിലയുറപ്പിച്ചു. വെള്ളം അത് ഇറങ്ങി, കപ്പൽ നാളുകൾക്ക് ഇറങ്ങി. നൂഹ് നബിയും കുടുംബവും അതേപോലെ അവരെല്ലാം സുരക്ഷിതമായ അള്ളാഹുവിന്റെ പ്രത്യേകമായ ബറക്കത്തിനാൽ സുരക്ഷയിൽ സലാമത്തിലായി കൊണ്ട് കപ്പലിൽ ഇറങ്ങിയ. പക്ഷേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ തന്റെ മകനെ കുറിച്ചുള്ള വല്ലാത്തൊരു ചിന്തയായിരുന്നു. ഓർമ്മയുണ്ട്, രക്തമാണ്, ചോരയാണ്, സ്വന്തം മകനാണ്, വിശ്വാസിയായിട്ടില്ല. അത് എന്നിട്ട് കൂടി സ്വന്തം മകന് വെള്ളത്തിൽ മുങ്ങരിക്കുന്ന അതിഭീകരമായ രംഗം കണ്ടുകൊണ്ട് ആ പ്രവാചകനാണെങ്കിലോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ, ഒരു പിതാവാണല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാ. എന്താ പറഞ്ഞത്? എന്റെ മോൻ, എന്റെ കുടുംബക്കാരനാ, എന്റെ മോന്, അത് എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ, എന്റെ മകൻ. നിന്റെ വാഗ്ദാനം സത്യമാണ്, നീ വിധികർത്താക്കൾ വെച്ച് വിധികർത്താവാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറയുന്ന വല്ലാത്തൊരു വാചകം. അത് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്റെ കുട്ടി എന്റെ കുടുംബമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വേദന അത് അറിയിക്കുകയാണ് അല്ലാഹുവിനോട്. ഈ സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞ വാചകം എന്താ? ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ മോനല്ല, നിന്റെ കുടുംബക്കാരനല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അതാണ് നമ്മുടെ വിഷയം. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്. എന്താ പറഞ്ഞത്? നൂഹ് നിന്റെ ആദർശത്തിൽ തോന്നുന്നവനല്ല, നിന്റെ തൗഹീദിൽ ഉറച്ചിട്ടില്ലാത്ത, നീ മനസ്സിലാക്കി സത്യം പഠിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത, നിന്റെ സുന്നത്ത് ബിംബത്തിലില്ലാത്ത ഒരു മകൻ. അതുകൊണ്ട് ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, സ്വാലിഹല്ലാത്ത അമലാണ് അവന്റെ കയ്യിലുള്ളത്, സ്വാലിഹല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് പറയാണ്. ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്ത കാര്യത്തെ കുറിച്ച് നീ എന്നോട് ചോദിക്കരുത് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് പറയാ, ഇന്നി അഅ്ദുക, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, അൻതകൂന മിനൽ ജാഹിലീൻ, നീ അറിവില്ലാത്തവരിൽ പെട്ടുപോകരുത് എന്ന് ഞാൻ നിന്നെ ഇതാ ഉപദേശിക്കുകയാണ്. അപ്പോൾ എന്താണ് അമലുൻ ഗൈറു സ്വാലിഹ്? ആദർശത്തിൽ തുറന്നു വരാത്ത മക്കൾ, ആദർശമില്ലാത്ത മക്കൾ, ദീനില്ലാത്ത മക്കൾ, ആ മക്കളെ പറ്റിയാണല്ലോ പറഞ്ഞത് അമലുൻ ഗൈറു സ്വാലിഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കളെ കുറിച്ച് അല്ലേ, അവരോട് കാണിക്കുന്ന അടങ്ങാത്ത, അത് വർണ്ണിക്കാൻ കഴിയാത്ത, അത് എന്താ പറയാ, അവരോട് കാണിക്കുന്ന അദമ്യമായ സ്നേഹത്തിന്റെ വല്ലാത്ത രൂപം നമ്മുടെ മനസ്സിലുണ്ട്. എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ മക്കളെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ചില വശങ്ങളുണ്ട്. അതെന്താ? വാപ്പാന്റെ അമലാണ് ഏത് മകൻ എന്ന് പറയുന്നത്, വാപ്പാന്റെ അമലിൽപ്പെട്ടതാണ്, സ്വാലിഹല്ലാത്തൊരു അമലാണത്. വിശ്വാസികൾ എന്നായി നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ച് ആരാണവർ? മക്കളെ പറ്റി പറഞ്ഞത് സന്തോഷ വാർത്തയാണ്. പ്രവാചകന്മാരുടെ ചരിത്രം
പറയുമ്പോൾ കാണാം ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം ഫബശ്ശർനാഹു ബിഇസ്ഹാഖ്. അതെന്താണ്? അവർക്ക് ഇസ്ഹാഖിന് നൽകിയെന്നല്ല, പിന്നെ സന്തോഷ വാർത്ത നൽകിയെന്നാണ് പറഞ്ഞത്. ഫബശ്ശിർഹു ബിഗുലാമിൻ ഹലീം, സന്തോഷ വാർത്തയാണ് മക്കളെ കുറിച്ച് പറഞ്ഞത്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ എന്ന കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞിടത്തും അവിടെ പറഞ്ഞ വാക്കെന്താണ്? സന്തോഷ വാർത്തയായിട്ടാണ്. യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു. അവിടെ പ്രയോഗിച്ച ഈ സ്ഥാനങ്ങൾ പറഞ്ഞപ്പോഴും അവിടെ പറഞ്ഞ വാചകം സന്തോഷ വാർത്തയായിട്ടാണ്. അതേപോലെ തന്നെ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ആണെന്നോ പെണ്ണെന്നോ എന്നല്ല പറഞ്ഞത്, പെൺകുട്ടികൾ നൽകി എന്നല്ല പറഞ്ഞു. നിങ്ങൾക്ക് പെൺകുട്ടികളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന. നോക്കൂ നിങ്ങളെ, മക്കളെ കുറിച്ച് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സന്തോഷ വാർത്തയാണ് എന്ന. ആ സന്തോഷ വാർത്ത കിട്ടുമ്പോ നമുക്കുണ്ടാകുന്ന അടങ്ങാത്ത ആ ഒരു വാചകം നിങ്ങൾ എടുത്തു നോക്കൂ വിശ്വാസികളെ. അവിടെയാണ് എന്താണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്നത്. മക്കളെ നൽകി എന്നല്ല, സന്തോഷ വാർത്തയാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതേ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ട കാര്യമാണ്, നമ്മുടെ മക്കളൊക്കെ കേവലം ഒരു കുട്ടി എന്ന പ്രകൃതിയിൽ നിന്ന് ഒരു മനുഷ്യക്കുട്ടിയെ കിട്ടിയെന്ന സന്തോഷമാണോ നമുക്കുള്ളത്? അതാണോ നാം ഈ പറഞ്ഞത്? അല്ല വിശ്വാസികളെ, 100% നമുക്ക് നമ്മുടെ മക്കൾ നമുക്ക് സന്തോഷ വാർത്തയാണോ? ആയിട്ടുണ്ടോ? ഞാൻ നിങ്ങളും ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കള് നമുക്ക് സന്തോഷ വാർത്തയായിട്ടുണ്ടോ എന്നത്, അത് അമൽ സ്വാധീനപ്പെട്ടിട്ടുണ്ടോ എന്നത്, അഥവാ ഒരു അമൽ സ്വാലിഹാണോ എന്നതും പരിശോധിക്കേണ്ട വിഷയമാണ്. വളരെ കൂലങ്കശമായി അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടതുണ്ട്. അതേ ദീനില്ലാത്ത മക്കളാണെങ്കിൽ ആ മക്കൾ നിങ്ങളുടെ അമലാണ്. ഏത് അമല്? നിങ്ങളുടെ അമലിൽപ്പെട്ടതാണ്. ഏത് അമലാണത്? നല്ലതല്ലാത്ത അമലാണത്. നല്ല മക്കളല്ലെങ്കിൽ അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതെ, കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ എടുക്കേണ്ട തീരുമാനം ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്നല്ല. അങ്ങനെയാണ് ഇപ്പോൾ ചില പുതിയ തലമുറന്റെ പോകുന്ന പോക്കെല്ലാം. അതേപോലെ തന്നെ അവര് മറ്റ് മേഖലകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ്. ഇപ്പൊ തൽക്കാലം നമുക്ക് വേണ്ട കുറച്ചത് കഴിഞ്ഞോട്ടെ, അടിച്ചു പൊളിക്കട്ടെ എന്നൊക്കെയാണ് പലപ്പോഴും പറഞ്ഞു പോകുന്ന വാദമെങ്കിൽ, അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചവർക്ക് കുട്ടികളെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ കുറെ വൈകിട്ടുണ്ടാവും, 2-3 വർഷം എടുത്തിട്ടുണ്ടാവും. വേണമെന്ന് വിചാരിക്കുമ്പോൾ പഠിച്ച് കൊടുക്കാതിരിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, മാതാപിതാക്കളെ, മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മള് ചെറുപ്പക്കാരും അറിയണം, കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിന്? ഒരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താണ്? പടച്ചോനെ എനിക്കൊരു കുട്ടിയെ കൊണ്ടായെന്നാണോ? അല്ല, പിന്നെന്താ പറഞ്ഞത്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അവിടെ പറഞ്ഞ വാചകം എന്താണ്? സ്വാലിഹിനെ കൊണ്ടായെന്നാണ്. സ്വാലിഹായ ഒരു സന്താനത്തെ കൊണ്ടായെന്നാണ് പ്രാർത്ഥിച്ചത്, പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതേ വിശ്വാസികളെ, അതേ സ്വാലിഹിനെ കൊണ്ടായെന്നാണ് പ്രയോഗിച്ച വാചകം. എന്താണ് സ്വാലിഹ്? മക്കളെ കൊണ്ടായെന്നാണ്. അതെ, അതിന് മക്കളെ എന്താ പറയാ, മക്കളെ കൊണ്ടായെന്നല്ല, മറിച്ച് പ്രയോഗിച്ചത് എന്താണ്? സ്വാലിഹ്യങ്ങളെ കൊണ്ടായെന്നാണ്. അതേ, സ്വാലിഹ്യങ്ങളെ കൊണ്ട് പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. എന്നാൽ ആ മക്കൾ പിന്നെ സ്വാലിഹാകാൻ പറ്റുമോ? നമ്മൾ പരിശോധിക്കേണ്ടതാ. അങ്ങനെ പ്രാർത്ഥിച്ച് ആ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം സ്വാലിഹാക്കി മാറ്റുന്ന ഒരു ദുരന്തകരമായ ഒരു അവസ്ഥ ഇന്ന് നമുക്കുണ്ട്. അത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യ ഗർഭിണിയായപ്പോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അല്ല പറയാണ്, അതേ ഭാര്യക്ക് ഗർഭം ഭാരമായപ്പോൾ പ്രസവത്തിന്റെ സമയമായപ്പോ അതെന്താ പറഞ്ഞു? രണ്ടുപേരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, സ്വാലിഹിനെ തന്നാൽ, ആൺകുട്ടി പെൺകുട്ടി എന്നല്ല, ഞങ്ങൾക്ക് സ്വാലിഹിനെ തന്നാൽ. ഖുർആൻ പ്രയോഗിച്ചത് കുട്ടിക്ക് സ്വാലിഹി എന്ന, ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നാ പറഞ്ഞത്. സ്വാലിഹിനെ തന്നാൽ നോക്കൂ വിശ്വാസികളെ, അതെങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? സ്വാലിഹിനെ തന്നാൽ എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? സ്വാലിഹാക്കി വളർത്താൻ കഴിയണം, അമൽ സ്വാലിഹാത്തിന് പെടുത്താൻ കഴിയണം.
ഇല്ല എങ്കിലോ അതെല്ലാം സ്വാലിഹാത്തിലാണ് കടന്നു വരിക. അത് വരാതിരിക്കാൻ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ സ്വാലിഹല്ലാത്ത മക്കൾ ഉണ്ടാവരുത്, സ്വാലിഹ് മാത്രമേ ഉണ്ടാവാവൂ. ഇത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഖുർആനെങ്കിൽ നാം ആലോചിക്കുക, നമ്മുടെ മക്കൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. ചെറിയ ക്ലാസ്സില് അതേപോലത്തെ SSLC +2 കഴിഞ്ഞ അവസാനം പിന്നെ നമ്മുടെ മക്കളെ പ്രൊഫഷണൽ മേഖലകളാണ് അല്ലേ? അത് നമ്മുടെ ആഗ്രഹമാണ്. എന്നിട്ടോ അവരുടെ പിന്നെ അവരുടേതായ സ്വന്തം പഠനം കൊണ്ട് ഒരു ജോലിയും ഒരു ഉയർന്ന നിലവാരവും ഉണ്ടാവണം. അതാണല്ലോ പ്രൊഫഷണലിസം എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ നാം മനസ്സിലാക്കണം, അങ്ങനെ നമ്മളെ മക്കളെ വിടുന്നു, സ്വാതന്ത്ര്യമുണ്ട്, അവർ തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ഈ മേഖലയിൽ നടക്കുന്ന അവസ്ഥ എന്താണ്? ദുരന്തകരമായ വാർത്തകളാണ് അത്തരം മേഖല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നാം സ്വീകരിക്കേണ്ട മാർഗം കൃത്യമായി അറിയണം. മക്കളെ രക്ഷപ്പെടുത്തുകയാണ് നമ്മൾ, ഉന്നതി ഉയരത്തിൽ എത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവസാനം ആ മക്കള് സ്വാധീനം പെടുകയാണ്. വിദേശ രാജ്യങ്ങളിലാണ് പോയി പഠിക്കുന്നത്. അവരെ കൂട്ടുകാരികൾ ആരാ? ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായിട്ടാണ്. എത്ര മാസത്തെ കോഴ്സാ? 8, 9, 10 മാസത്തെ കോഴ്സാ. എങ്ങനെ കടന്നു വരിക? 9, 10 മാസം പൂർണ്ണ വേറെ ഊർത്തുകൊണ്ടാണ് പലപ്പോഴും കടന്നു വരാറുള്ളത്. എന്നിട്ട് പറയാണ്, എന്റെ ഹസ്ബൻഡ് അതാണ്, എന്റെ ബോയ് ഫ്രണ്ട് അതാണ്, ഞാൻ സ്വീകരിച്ച ഭർത്താവ് അതാണ്, നിങ്ങളാരും അത് അറിയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാന്റെയും ഉപ്പാന്റെയും മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ആണത്തത്തോടുകൂടി ചങ്കൂട്ടത്തോടുകൂടി അഹങ്കാരത്തിന്റെ മൂർച്ഛനത്തിലെത്തിക്കൊണ്ട് പറയുന്ന വാദം അങ്ങനെയായി പോകുന്നു. നോക്കൂ നിങ്ങള്, അതാണ് പ്രൊഫഷണലിസം കടന്നു കയറി കൂടിയപ്പോ മതത്തിന്റെ ധാർമ്മികതയുടെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഇന്ന് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരന്തകരമായ വാർത്തകള് നമ്മളെമ്പാടും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഏത് തലങ്ങളില്ലാത്ത വിധം അത് ഈ മേഖല മോശമായ അവസ്ഥകളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രൊഫഷണലും അവർ പഠനം നടക്കുന്ന സ്ഥാപനം നടക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തകളോ റാഗിങ്ങിന്റെയും അതേപോലെ തന്നെ മലമൂത്ര വിസർജന ഒക്കെ റാഗിലൂടെ കഴിപ്പിക്കുന്ന അങ്ങനെയൊക്കെ മാനേജ്മെന്റുകളും അതേപോലെ തന്നെ പ്രിൻസിപ്പാളും ഒക്കെ പ്രയാസപ്പെടുന്ന സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന അതേപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിന്റെ കാട് വെട്ടിയപ്പോ അതിന്റെ പറമ്പെല്ലാം വൃത്തിയാക്കുന്ന വേളയിൽ അവിടുന്ന് കിട്ടിയത് ചാക്കിന് കണക്ക് 100 കണക്ക് അഥവാ അത്രമാത്രം കൂമ്പാരക്കണക്കിന് ചാക്കിന് ഗർഭനിരോധന ഉറകളാണ് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് അത്തരം സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഭീകരമായ രംഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങള്, തീവ്രവാദത്തിന്റെ പേരില് രാജ്യദ്രോഹത്തിന്റെ കുറ്റച്ചുമത്തുന്ന അവസ്ഥകള്, ലഹരി താണ്ഡവമാടുന്ന ക്യാമ്പസുകള്, അല്ലെ? ഇങ്ങനെ എല്ലാ നിലക്കും മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ MDMA അങ്ങനെ പോയി എവിടെ എത്തുന്നു? പെൺവാണിഭത്തിന്റെയും അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള ഒട്ടേറെ നാം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത, കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് അവരൊക്കെ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കള് ആണാ പോയത്, അവരിലൂടെയാണ് ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് നാം തിരിച്ചറിയണം, നമ്മൾ പഠിപ്പിക്കുന്ന മാന്യമായ ഒരു വേഷം പോലും സ്വീകരിക്കാൻ ഇന്നത്തെ തലമുറക്ക് സാധ്യമല്ല. അതെ, പണ്ട് കാലം കീറിയ വസ്ത്രത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇമേജിന്റെ ഒരു ഈഗയുടെ പ്രശ്നമായിരുന്നുവെങ്കിൽ ഇന്ന് കീറിയ മൂടില്ലാത്ത പാന്റാണ് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് നടക്കുന്നത്. ആ വസ്ത്രം വിട്ട് നമസ്കരിക്കാൻ പറ്റുമോ? അവന്റെ മുട്ടിനവിടെ എന്താണ് ഒരു ഓട്ടം ഉണ്ടാവും. എവിടൊക്കെ കുറച്ച് ഓട്ടകളുണ്ട്. അങ്ങനത്തെ ഡ്രസ്സായിട്ട് കൊടുക്കുന്നത്. എവിടുന്നാണെങ്കിൽ പൈസ പിതാവ് കൊടുത്തതാ, നല്ല വസ്ത്രം വാങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അവർ വാങ്ങി വരുന്നതോ ഒന്നിനും പറ്റാത്ത 4 ആൾക്കാർക്കോ 5 ആൾക്കാരോ കയറിയിരിക്കാൻ പറ്റുന്ന അത്രമാത്രം ദോഷായ അല്ലെങ്കിൽ ഓട്ടയും അതേപോലെ തന്നെ ആ നിലക്ക് അങ്ങോട്ടൊക്കെ എന്താണ് ഒക്കെ കണ്ടം വെച്ചൊരു കോട്ടാണ് എന്ന് പറഞ്ഞൊക്കെ ഒരു പാട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് കാണാം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ന് കണ്ടം വെച്ച കോട്ടിട്ട് നടക്കാൻ ഒരു പ്രയാസമല്ല. എന്നാൽ പണ്ട് കാലത്ത് അത് പ്രയാസമായിരുന്നു, ഇമേജിന്റെ പ്രശ്നമായിരുന്നു. ഇന്നത് ഫാഷനായി മാറി. അവന്റെ മുടിയോ ഏതോ ഒരു പ്രാകൃത കോലം, ഒരു എന്താ പറയാ, ഒരു ഭീകര ജീവിയെ പോലെയുള്ള അവന്റെ മുടി പോലും കിടക്കുന്നിടത്ത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിജയമാകുന്ന ആളിന്റെ കോലം കെട്ടുന്ന പെണ്ണും
പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണുങ്ങളെയും ശപിച്ചിരിക്കുന്നു, ശപിക്കപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അമൽ സ്വാലിഹാത്തിൽ പെടേണ്ട മക്കളെ ഓരോ സ്വാലിഹാത്തിൽ പെടുത്തിയാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. വിശ്വാസികളെ തിരിച്ചറിയണം. ഇങ്ങനെ അള്ളാഹുവിന്റെ കോപത്തിന്, അള്ളാഹുവിന്റെ ശാപത്തിന്, റസൂലിന്റെ ശാപത്തിനെല്ലാം ഏറ്റുവാങ്ങിയ അതേ മക്കളായി മാറി വരുന്ന അവസ്ഥയാണ് ഇന്നത്തെ മേഖല ഉള്ളത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. മക്കളെ നോക്കൂ, നിങ്ങള് ഇന്ന് മക്കളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? ബാപ്പാന്റെ ഉമ്മാന്റെയും പിന്നെന്താണ് സ്വത്ത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. വക്കീല ഓഫീസിൽ പോവുക, എന്താണ് ഉമ്മാതിപ്പാൻ സ്വത്ത് കിട്ടാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നു അവരെ കാല ശേഷം കിട്ടുള്ളൂ എന്ന്. അപ്പൊ മക്കൾ ആഗ്രഹിക്കുന്നതോ എന്നാ ഇവരിൽ നിന്ന് വേഗത്തിൽ പോയി കിട്ടിയെങ്കിൽ അത് കയ്യിലാക്കാമല്ലോ, തൂർത്തണിക്കാമല്ലോ, അല്ലെ അനായാസം അതെനിക്ക് എന്തും ചെയ്യാമല്ലോ എന്ന ചിന്തയിലേക്ക് കടന്നു പോകുന്ന ഒരു തലമുറ. മാതാപിതാക്കൾ വേഗം മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്താഗ്രഹിക്കുന്ന ഒരു തലമുറ. ഈ അവസ്ഥയിലേക്കാണ് നാളെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ട് നമ്മൾ അറിയണം, ഇങ്ങനെ എല്ലാ രംഗത്തും മക്കളെ കുറിച്ച് ആശങ്കയും ബേജാറുമായി നടക്കുകയാണ്. ഇവിടെയാണ് കൃത്യമായ മതബോധം അവർക്ക് നൽകണം. കാരണം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അതേ 40 വയസ്സുകാരുടെ പ്രാർത്ഥന കാണാം. എന്താണ് എന്താ പറഞ്ഞത്? പ്രായമായ മാതാപിതാക്കൾ ഉണ്ടാകും. അവർ എന്താണ് അവന്റെ വീട്ടിൽ വളർന്നു വരുന്ന മക്കളുണ്ടാകും. ആ മക്കളൊക്കെ വേണ്ടി പഠിപ്പിക്കുന്നിടത്ത് പഠിപ്പിച്ചു കൊടുക്കണം. എന്താ 40 വയസ്സുകാരുടെ പ്രാർത്ഥന? അല്ലാഹുവേ, നീ തൃപ്തിപ്പെട്ട അമൽ ചെയ്യാൻ തൗഫീഖ് കൊണ്ട് വളച്ചോനെ. എന്റെ മക്കൾ നന്നാക്കി കൊണ്ട് വളച്ചോനെ. എന്താണ് ഖുർആൻ ഇങ്ങനെ പറയാൻ കാരണം? ഇത് കേവലം പ്രാർത്ഥന മാത്രമല്ല, ഇത് വിശ്വാസിയുടെ പ്രവർത്തനമായിരിക്കണം. നമ്മുടെ മക്കളെ നന്നാക്കി കിട്ടാൻ, മക്കൾ നന്നാക്കി കൊണ്ടാ പഠിച്ചോനെ എന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന മറുപടി എന്താണ്? ആ കൂട്ടത്തിൽ നിന്നാണ് അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക. അതെ, അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ലതിന് ഏതായിരിക്കും നല്ലത്? നല്ല മക്കളെ അമൽ സ്വാലിഹ് അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്യണമെങ്കിൽ അത് കബൂൽ ചെയ്താലോ ഈ മക്കൾ കാരണം മാതാപിതാക്കളുടെ പാപം അള്ളാഹു മായ്ച്ചു കൊണ്ട് കൊടുക്കും. അതേപോലെ അങ്ങനെ അവർ സ്വർഗ്ഗക്കാരായി മാറുമെന്ന് കൃത്യമായി ഖുർആൻ നമ്മെ പഠിപ്പിക്കാം. ഇപ്പൊ നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ മാതാപിതാക്കളുടെ കാലദേശം ആ മക്കളിലൂടെ ആ മാതാപിതാക്കൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വർഗീയമായ ആനന്ദങ്ങളാണ്. അവരുടെ പാപമെല്ലാം പൊറുക്കപ്പെടുകയാണ്. കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല തലമുറ, നല്ല മക്കള്. അവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താണ്? നമുക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെ കുറിച്ചാണ് പറഞ്ഞത്. അതേ വിശ്വാസികളെ നമ്മൾ ഏറെ കരുതലോട് കൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, മക്കളെ കരകയറ്റാൻ, ദുനിയാവ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മള് ഈ മക്കളെ കൊണ്ട് നമ്മുടെ പരലോകം രക്ഷപ്പെടുമ്പോ എന്നത് പരിശോധിക്കേണ്ടതാണ്. മക്കൾ അല്ലാഹു നമുക്ക് നൽകിയ അമലാണ്. അതേ, ഈ മക്കളെ അമൽ സ്വാലിഹാത്തിൽ പെടുമോ അതോ വൈറു അമൽ സ്വാലിഹാത്തിലാണോ പെടുമോ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ശക്തമായ ദീൻ അവർക്ക് നൽകണം. ദീനെ പ്രബോധന രംഗത്ത് സജീവമാക്കണം. ഇത് നോക്കൂ നിങ്ങൾ, എവിടെ നമ്മുടെ മക്കള് ഖുർആൻ ക്ലാസ്സിലുണ്ടോ? ജുമുഅക്ക് നേരത്തെ വരുന്നുണ്ടോ? അതേപോലെ തന്നെ പഠന ക്ലാസ്സുകളുണ്ടോ? QHS ക്ലാസ്സുകളിലുണ്ടോ? സിയാദിക്കുണ്ടോ? അതേപോലെ തന്നെ ഒരു ക്യാമ്പ് വെച്ച് കഴിഞ്ഞാല്, ഒരു ഓറിയന്റേഷൻ ക്യാമ്പ് വെച്ച് കഴിഞ്ഞാല്, അതേപോലെ തന്നെ നമ്മുടെ വീടുകളില് നമ്മുടെ മാസികളുണ്ടോ? അൽമനാറുണ്ടോ? നേർപ്പലമുണ്ടോ? അതേപോലെ മാസികൾ നമ്മുടെ വീടുകളിലുണ്ടോ? ഇതൊന്നും നമ്മുടെ വീടുകളിൽ ഇല്ലാതെ പോയി എന്താ കാര്യം? അതാരെ വായിക്കാനുള്ളതെന്നാ ചോദിക്കുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾ അങ്ങനെ പറയുന്നത്, അത് വലിച്ചേരാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ അതിപ്പോ ഞങ്ങൾ വായിക്കണില്ല എന്ന വരും തലമുറക്ക് അല്ല, നമ്മുടെ വീട്ടിൽ ഓരോ ആഴ്ച വരുന്ന ആ മാസിക നമ്മൾ വായിച്ചിരിക്കണം.
ആനുകാലിക സംഭവങ്ങള്, ആദർശ വിഷയങ്ങള്, ഫിഖ്ഹിന്റെ മസ്അലകള്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, ആയത്തുകൾ, തഫ്സീറുകൾ, വിശദീകരണങ്ങള്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങള്, അതുമായി ബന്ധപ്പെട്ട് ആഴ്ചകളിൽ വരുന്ന ആനുകാലിക വിശദീകരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങള്, ഇതൊക്കെ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണ്ടേ. അത് 550 രൂപ മുടക്കാൻ, അല്ലെങ്കിൽ അത് വർഷത്തിൽ എത്രയുള്ളത് ആ പൈസ മുടക്കാൻ നമുക്ക് പ്രയാസം. എങ്കിൽ മാസത്തില് ഒരു 290 രൂപ മുടക്കാൻ ഒരു പ്രയാസമില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത പത്രം വായിക്കാനോ ഒരു പ്രയാസം നമുക്കില്ല. ആ പത്രം എത്ര നേരമാണെങ്കിലും ഇരുന്ന് വായിക്കും. പക്ഷേ നമ്മുടെ പരലോകത്തിന്റെ കാര്യം പറയുന്ന, നമ്മുടെ തസ്കിയത്തിന്റെ കാര്യം പറയുന്ന ആനുകാലിക വിശദീകരണങ്ങളെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലൂടെ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൽ പഠിക്കേണ്ടുന്ന വിഷയങ്ങൾ കടന്നു വരാതെ ഇത്തരം മാസികളെ പിന്നാലെ പോകുന്ന, അല്ലെങ്കിൽ ഇത്തരം പ്രസിദ്ധികളെ പിന്നാലെ പോകുന്ന ഒരു ദുരവസ്ഥ നമുക്ക് ഉണ്ടായിക്കൂടാ. നമ്മുടെ ഊരിലത് ഉണ്ടാവണം. അതെ, ഇതൊരു ആദർശ കുടുംബമാണ്. ആ വീട്ടിൽ അത്തരം പ്രസിദ്ധികൾ കടന്നു വരണം, ഉണ്ടാവേണ്ടതുണ്ട്. അത് അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വായിക്കേണ്ടവരാണ്, പഠിക്കേണ്ടവരാ. 1-2 ലേഖനങ്ങൾ വായിക്കുക, അപ്പോൾ നമ്മൾ കൂടുതൽ വായിക്കാൻ തോന്നും. അങ്ങനെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ കൂറ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് നമ്മുടെ ആദർശ ജിഹയാണ് ആ പ്രസിദ്ധീകരണങ്ങള്. അതുകൊണ്ട് ആ പ്രസിദ്ധീകരണങ്ങളെ അടുത്തറിയാനും ഉപയോഗിക്കാനും വരും തലമുറക്ക് അത് ഉപകാരപ്പെടും വിധം നമ്മൾ വായിക്കുന്നതായി മാറാനും സാധിക്കുമാറ് അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും പഠിപ്പിക്കുന്ന ആയത്ത്, അത് നമ്മുടെ ഊരുകളില് വിശുദ്ധ ഖുർആന്റെ പാരായണം, അതിന്റെ പഠനം നടക്കണം. അതേപോലെ എല്ലാം ഉണ്ടാവണം. ഇങ്ങനെ നല്ല ഒരു കെട്ടുറപ്പിലൂടെ അമൽ സ്വാലിഹാത്തിൽ പെടുന്ന മക്കളെ തർബിയത്ത് കൊടുത്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ ആരാവണം? നമ്മളായി മാറണം. ആരാ നമ്മള്? ആദർശമുള്ള, പ്രതിബദ്ധതയുള്ള, ദീനിബോധമുള്ള, ആദർശ കുടുംബമുള്ള, ഖുർആനോട് മമതയുള്ള, അള്ളാഹുവിന്റെ കലാമിൽ ഇഷ്ടപ്പെടുന്ന, പ്രവാചകന്റെ സുന്നത്തിൽ ഇഷ്ടപ്പെടുന്ന, ഇത്തിബാ ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന, പിൻപറ്റുന്ന ഒരു ഉമ്മത്തായി മാറാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ തലമുറയും വരും തലമുറയും അതിന്റെ പിന്നാലെ കടന്നു വരികയുള്ളൂ. നമസ്കരിക്കാത്ത മക്കള് നമ്മുടെ വീട്ടിലില്ലേ? എന്താ നമ്മൾ പറയാത്തത്? എന്താ നമ്മൾ ചോദിക്കാത്തത്? നമസ്കരിക്കാത്ത, പടിഞ്ഞാട്ടം കൂടാത്ത, സുബഹിക്ക് നേരത്തെ നിൽക്കാത്ത, എന്നാൽ അവന്റെ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും അവന് കൃത്യമായി കൃത്യത പാലിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. പക്ഷേ നാം ആലോചിക്കണം സഹോദരങ്ങളെ, നിസ്കരിക്കാത്തവന് മുസ്ലിം അല്ല, അല്ലെ? മുസ്ലിം അല്ല, അവൻ കാഫിറാണ് എന്ന ഹദീസുകളെ പഠിപ്പിച്ചത്. അൽഅഹദുല്ലദീ ബൈനനാ ബൈനഹും അസ്വലാ ഫമൻ തറകഹ ഫഖദ് കഫറ, അവൻ അവിശ്വാസിയാണ് എന്ന കൃത്യമായി നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നാം വിലയിരുത്തുക, മനസ്സിലാക്കുക. അതേ, നല്ല മക്കളെ വാർത്തെടുക്കാൻ, തർബിയത്ത് ലഭിക്കാൻ, അടിവേരുള്ള, ആദർശബോധമുള്ള, ദീനിബോധമുള്ള, അതേ എന്താ പറയാ, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു കെട്ടുറപ്പുള്ള ഒരു സൊസൈറ്റിയായി, ഒരു ഉമ്മത്തായി, ഒരു കുടുംബമായി തീരാൻ നാം പരിശ്രമിക്കുക. അതിലൂടെ നമുക്ക് അമൽ സ്വാലിഹാത്തിൽപ്പെട്ട മക്കൾ ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. أوصيكم ثانيا بالتقوى. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയിൽ കൂടി സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസം, ഒരുപാട് മക്കളെ കുറിച്ച്, ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉമ്മമാരെ കുറിച്ചൊക്കെ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഉമ്മമാരുടെ പ്രാർത്ഥനാ ഫലമായി കൊണ്ട് വളർന്നു വന്ന പ്രഗത്ഭരായ മക്കളെ കുറിച്ച് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. എന്താ ഇതിന്റെ കാരണം? മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വല്ലാത്തൊരു ആയുധം. അതുകൊണ്ടാണ് മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു പോകരുതേ എന്ന് പറയുന്നത്. മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു പോകരുത്, ശാപപ്രാർത്ഥന നടത്തരുത് എന്ന് മാതാപിതാക്കളോട് എന്തിനാ പറഞ്ഞത്? ആ പ്രാർത്ഥനക്ക് മറയില്ല, വേഗം അത് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉമ്മമാരുടെ കഥ, അല്ലെ അങ്ങനെയുള്ള മക്കളെ
ഉണ്ടായി കിട്ടാൻ വേണ്ടി ശ്രമിച്ച മാതാപിതാക്കളുടെ ചരിത്രമൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ചരിത്രത്തെ വിശദീകരിക്കാൻ സമയമില്ല. അവിടെ അത്തബിന് അബി റബാഹ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇബ്നു ജൗസി റഹ്മഹുല്ലാഹ്, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇബ്നു അദൽ അസ്കലാനി, അതേപോലെ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ലാഹ്, ഇവരുടെയൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ പിന്നെ പ്രവർത്തിച്ച മാതാപിതാക്കളുടെ കരങ്ങൾക്ക് വല്ലാത്തൊരു പങ്കുണ്ട്. വിശ്വാസികളെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത ചരിത്രമാണ് അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നല്ല ഒരു ആദർശ പ്രതിബദ്ധതയുള്ള, യുക്തിവാദത്തിന്റെ, മതനിരാശത്തിന്റെ, അതേപോലെ തന്നെ ലിബറലിസത്തിന്റെ പിന്നാലെ കടന്നുകൂടി ഇന്ന് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു പോക്കുണ്ട്. ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത ആ രൂപത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അതിൽ കഴിഞ്ഞാട്ട് ആളുകൾക്കും അത് കൃത്യമായ പങ്കുണ്ടാവും, ഒരു സംശയവുമല്ല. അവര് നമസ്കരിക്കാതെ അങ്ങനെ പല വഴികളിലും വഴിമാറിപ്പോകുന്ന ദുരന്തകരമായ കാഴ്ചകളും വാർത്തകളും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവസാനം മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും MDMA ഒക്കെ പിടിയിൽപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടുമ്പോൾ നമ്മൾ അവരെ താളുകളിലൂടെ വായിച്ചെടുക്കുകയാണ്. എന്തേ? ഒരു ആദർശ കൂട്ടായ്മയിൽ നിന്നും അതേപോലെ തന്നെ ആ ഉമ്മയുട്ടി വളർന്ന സാഹചര്യത്തിൽ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പിന്നെ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ കുറിച്ച് ഒരു വല്ലാത്ത ഒരു അടങ്ങാത്ത ഒരു ദാഹം, അഥവാ അവർക്ക് വേണ്ടി അഗമ്യമായി വർണ്ണിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ മക്കളിൽ അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ, ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കൽ നീക്കം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ ഇന്നലകളിൽ പത്രദ്വാരം വായിച്ചെടുത്തത. വല്യപ്പാനും വല്യമ്മാനെയും കൊന്ന, സ്വന്തം ഉമ്മാനം വെട്ടി വീഴ്ത്തിയ, ഒരു കുടുംബത്തിൽ 5ഓളം പേരെ കൊന്നൊടുക്കിയ ഒരു സഹോദരന്റെ വാർത്ത ഈ അടുത്ത സമയത്തല്ലേ കടന്നുപോയി നമ്മുടെ മുമ്പിലൂടെ. എന്താണ് ഉണ്ടായത്? അതെ, വീട്ടിലേക്ക് വരുന്ന സമ്പത്തിന്റെ കൂമ്പാരം മണത്തറിഞ്ഞപ്പോ ഉമ്മയിലൂടെ ഒരുപാട് കടം വാങ്ങി പിതാവറിയാതെ അങ്ങനെ അവസാനം ചോദിച്ചു കിട്ടാതെ വന്നപ്പോ വല്യമ്മാനെയും അതേപോലെ തന്നെ ഉമ്മാനെയും അതേപോലത്തെ മറ്റുള്ളവരൊക്കെ സ്വന്തം കൊച്ചന്യവരൊക്കെ കൊന്നൊടുക്കിയ ഒരു സഹോദരന്റെ വാർത്ത നമ്മൾ വായിച്ചത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന അത് വല്ലാത്തൊരായുധമാണ്. ആ ആയുധത്തിന് മൂർച്ചയുണ്ടെങ്കിലോ ശക്തമായിക്കൊണ്ട് അത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷേ നാം ശ്രമിക്കേണ്ടതുണ്ട്, അത് ആഗ്രഹിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഈ പറയപ്പെട്ട ഈ മഹാന്മാരെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളും ആദർശ ബന്ധങ്ങളും അതേപോലത്തെ കൂട്ടായ്മകളും അതേപോലത്തെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും അതേപോലെ നമ്മുടെ മക്കളും എല്ലാം ഒരു വല്ലാത്ത ഒരു എന്താ പറയാ നല്ല ഒരു ബന്ധം നമുക്ക് ധാർമ്മികമായ മൂല്യങ്ങളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കുക. ഭൗതികതയുടെ പ്രമത്തത്തിൽ ആറാടിക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള പോക്കത്തിൽ കാലിയാകുന്ന ദുരന്തങ്ങളായിരിക്കും ഉണ്ടാവുക. അത് രണ്ടിനെയും തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ മേഖലകളെ നാം അടുത്തറിയേണ്ടത്. അങ്ങനെ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മക്കളുണ്ടാകുന്ന ദുരന്തങ്ങളിൽ അല്ലാഹു ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മക്കൾക്ക് അല്ലാഹു ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു, പരാജയത്തിന്റെയും അതേപോലെ തന്നെ വിജയത്തിന്റെയും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിർവാരങ്ങൾ ഭേദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മക്ക ജയിച്ചടക്കിയപ്പോൾ പോലും പ്രവാചകൻ ആഹ്ലാദം കാണിച്ചിട്ടില്ല, ഓവറായിപ്പോഴും മറ്റുള്ളവർ ഇടിച്ചു താഴ്ത്തിയിട്ടില്ല, അതേപോലെ തന്നെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അതേപോലെ തന്നെ ആരെയും അപമാനിച്ചിട്ടില്ല, ആരുടെയും അത് കൊടിയ തോരണങ്ങളും മറ്റുമൊക്കെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അവിടെ ശാന്തമായിട്ടാണ് മക്കയിലേക്ക് പ്രവാചകൻ അനുയായികളും തല ഒഴിച്ചുകൊണ്ട് കയറിച്ചത് എങ്കിൽ, അത് വിജയത്തിന്റെ ഭാഗമാണ് സ്വീകരിച്ചതെങ്കിൽ, വിജയം ആഹ്ലാദിക്കുമ്പോൾ അത് ഓവറായി പോകാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കുക. ആരായാലും പ്രിയമുള്ളവരെ, അതേപോലത്തെ സ്ത്രീ സുമജമായി ബന്ധപ്പെട്ടൊക്കെ ഏറെ കൂടുതലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു വിഷയമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം, വാർത്തകളൊക്കെ നമ്മൾ വായിച്ചവരാണ്, നമുക്ക് ബോധ്യമുള്ള വിഷയം കൂടിയാണ്. എങ്കിൽ നമ്മൾ ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അറിയാനും പഠിക്കാനും ശ്രമിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരുടെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നു പോകുന്ന ചെറുതു വലുതുമായ പാപം അല്ലാഹു അവന്റെ മഹത്തായ ഫضലുകളുടെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അതേപോലെ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലുമെല്ലാം ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, നമ്മുടെ മക്കള്, പാപ്പമാരും ഉമ്മാരെല്ലാവരും പലരും ഗൾഫിലുണ്ട്. ജോലി സംബന്ധമായ തിരക്കുകളുമായി ബന്ധപ്പെട്ടാണ് അവരെല്ലാം പോയിട്ടുള്ളത്. അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് എല്ലാ നിലക്കും അനുകൂലമായ ഒരു അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.